നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് ഗൗരി രഞ്ജിഷിനെയാണ്. അന്ന് മോളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാപിക്കേ, ഉരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടിന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴമേറും നിൻ മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അടുത്തത് മോക്ഷ പ്രാർത്ഥനയാണ്. മരിച്ചവരുടെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം മൗന പ്രാർത്ഥന. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗമാണ്. അതിനായിട്ട് നമ്മുടെ സമിതിയുടെ സെക്രട്ടറി ശ്രീ കെ എ രാഘവനെ ക്ഷണിച്ചു. ദൂരദർശൻ പ്രസിഡന്റ് ശ്രീ സി സുനിൽകുമാർ അവർ, രക്ഷാധികാരിയായിട്ടുള്ള സി കെ പ്രേമൻ അവർ, ശ്രീ ജയരാജൻ അവർ, സി കെ രാജൻ അവർ, നമ്മുടെ സമിതിയുടെ ഓഡിറ്ററും സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റും കൂടിയായിട്ടുള്ള രാജേന്ദ്രകുമാർ മാസ്റ്റർ, ട്രഷറർ ശ്രീ ദിവാൻജി, മറ്റ് ഇന്നത്തെ യോഗത്തിലെ സന്നിഹിതരായിട്ടുള്ള സമിതി കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സമിതിയുടെ 48ാമത് വാർഷിക പൊതുയോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വാടാനപ്പള്ളിയിൽ നിന്നല്ല, തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് സാന്ത്വനം മരണാനന്തര സഹായ സമിതി. കാരണം അതിൻ്റെ 2015 ഇതിൻ്റെ കീഴിൽ നമ്മളുടെ ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം സാന്ത്വനം തുടങ്ങി. അതോടുകൂടി കൂടുതൽ ജനങ്ങളിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ വാടാനപ്പള്ളി മേഖലയിൽ നിന്നല്ല, തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മരണാനന്തര സഹായ സമിതിയാണ്. ഇന്ന് നമുക്ക് 258 കുടുംബങ്ങൾ നമ്മളുടെ ഈ സമിതിയിൽ അംഗങ്ങളാണ്. അപ്പോൾ അത്രയും നല്ലൊരു പ്രസ്ഥാനം, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ വാർഷിക പൊതുയോഗമാണ്, 48ാമത് വാർഷിക പൊതുയോഗമാണ് നടക്കുന്നത്. 2 വർഷം കഴിഞ്ഞാൽ നമ്മൾ 50ാം വർഷം ആഘോഷിക്കാൻ പോകുന്നത്. നമ്മുടെ 48ാമത്തെ AGM അഥവാ ആനുവൽ ജനറൽ ബോഡിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെക്രട്ടറി ആമുഖത്തിൽ പറയുകയുണ്ടായി, ഒരുപാട് വീഴ്ചകൾ ഞങ്ങൾക്ക് ഈ വർഷം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. എന്താണ് വീഴ്ചകളെന്ന് എനിക്കറിയില്ല. കാരണം എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകൾ യഥാസമയം നടത്താത്തതായിരിക്കാം, തിരക്ക് കാരണമായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് വേറെ തരത്തിലൊരു വീഴ്ചയും നമ്മുടെ ഈ സമിതിയുടെ ഈ ഭാഗത്ത് ഈ വർഷം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വളരെ വിനയം ഇതുകൊണ്ട് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സമിതി കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ഓഡിറ്റർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ തയ്യാറായിട്ടില്ല, വന്നിട്ടില്ല. ഇതിൽ സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. ചേർക്കര തണ്ടയ ശശികുമാർ മകളാണ് അപർണ. അവള് SLCക്ക് ഫുൾ A+ ആണ് കിട്ടിയിരിക്കുന്നത്. മിടുക്കിക്ക് എല്ലാവരും കൈയടിക്കാം.
ഫുൾ A+ കിട്ടിയ പണിക്കെട്ടി ഷാജി മകൻ ഷാമിയക്കിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു ഫുൾ കയ്യടി. മഞ്ഞപ്പറമ്പിൽ സുധ ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. ടീച്ചർക്ക് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടീച്ചറെ ഞാൻ എന്താണ് ടീച്ചർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി ടീച്ചറെ ക്ഷണിക്കുകയാണ്. ടീച്ചർ പ്ലീസ് കം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. സാന്ത്വന മരണാനന്തര സഹായ സമിതിയുടെ അർത്ഥകർത്താവ് യോഗമാണ് ഇവിടെ നടന്നത്. ഇവിടെ പറഞ്ഞതിൽ നിന്നും അറിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാം, എന്നാൽ ആർക്കും ഒന്നും അറിയില്ലാത്ത ഒരു വിഷയം. ഹൈന്ദവ സംസ്കാരം, ഭാരതീയ സംസ്കാരം, എന്താണ് സനാതന ധർമ്മം എന്നെല്ലാം അറിയേണ്ട കാലം അതിക്രമിച്ചു. പക്ഷേ മിക്കവർക്കും ഇത് അറിയില്ല എന്ന സത്യവും നാം ഉൾക്കൊള്ളേണ്ടതാണ്. അതിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. സനാതന ധർമ്മം എന്ത്? എല്ലാവരും പോകുമ്പോഴത്തെ മോളിലേക്ക് പോണ പകരം രാഹുൽ ഇങ്ങനെ വളരാനാണ് ചിന്തിക്കുന്നതാണ് ഞാൻ നേരത്തെ ഒരു എക്സിക്യൂട്ടീവിനെ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ പറ്റില്ല. ഞാൻ പറയണത് ഇങ്ങനെ പോണ്ടേ. രാഹുൽ എന്റെ പേഴ്സണലായി എന്റെ വ്യക്തിപരമായ അഭിപ്രായം അനുസരിച്ച് രാഹുൽ പ്രസിഡന്റ് ആവട്ടെ.